നമസ്കാരം. യു കെയിൽ ഇപ്പോൾ ശരിക്കും ഒരു രണ്ടാം കുടിയേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരുപാട് പേര് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സിലോ ആണ്. കൂടുതലും ആരോഗ്യ മേഖലയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിന്റെ ഒരു പ്രീ റിക്വസിറ്റ് എന്ന് പറഞ്ഞാൽ അഫ്ര രജിസ്ട്രേഷൻ ആണ്. അതായത് ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീസ് റെഗുലേഷൻ ഏജൻസിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതായത് NMC പോലെ, നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ പോലെ അവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരുപാട് നേഴ്സസ്, എസ്പെഷ്യലി നേഴ്സസ് എൻകൗണ്ടർ ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അവരുടെ പേരിൽ വരുന്ന ചില ഡിസ്ക്രിപ്പൻസീസ് ആണ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അതിനെന്താ നമുക്ക് ഒരു പരിഹാരം, അല്ലെങ്കിൽ എങ്ങനെ ഇത് സോൾവ് ചെയ്യാം. പേരിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ചിലരുടെ സർനെയിമില് ഒരു പേര്, അബ്രീവിയേഷൻ ആയിട്ട് വേറൊരു പേര്, അതായത് സർട്ടിഫിക്കറ്റിൽ ഒരു പേര്, പാസ്പോർട്ടിൽ ഒരു പേര്, ആധാർ കാർഡിൽ മറ്റൊരു പേര്. അപ്പൊ ഇതെല്ലാം ഒന്നാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കലാണ് ഒരു സൊല്യൂഷൻ. അതായത് ബൈ ദ വിർച്യൂ ഓഫ് ദ പവേഴ്സ് കൺഫേർഡ് ബൈ ദ ചാൻസലർ അണ്ടർ ദ സൊളിസിറ്റേഴ്സ് ആക്ട് 1974, every practicing solicitors in England and Wales are empowered to administer oath, to take affidavit and to witness statutory declarations. അതായത് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസിലെ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ സോളിസിറ്റേഴ്സിനെയും കമ്മീഷണേഴ്സ് ഓഫ് ഓത്ത് എന്നാണ് പറയുന്നത്. അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് അഫ്ര രജിസ്ട്രേഷന് ട്രൈ ചെയ്യുമ്പോൾ അതിന്റെ ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട് കമ്മീഷണേഴ്സ് ഓഫ് ഓത്തിന് അഫിഡവിറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് എൻകൗണ്ടർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു സോളിസിറ്റർ, പ്രാക്ടീസ് സോളിസിറ്റർ കാണുക, അവർക്ക് ഇത് സോൾവ് ചെയ്യാവുന്നുള്ളൂ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.